ഗൈസ്, അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നൊരു ഡേ മൈ ലൈഫ് ചെയ്യാമെന്ന്. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞിട്ടുണ്ട് രാവിലെ. അപ്പോൾ ഞാൻ എണീച്ചു, പിന്നെ ഉള്ളും കാര്യങ്ങളൊക്കെ ചെയ്ത് നിസ്കാരപ്പായിൽ വന്ന് നിസ്കരിക്കുന്ന സമയത്തില്ല ഫോണിൽ ഫ്ലാഷ് ലൈറ്റ് ഓൺ ചെയ്താൽ നിസ്കരിക്കുന്നു. പിന്നെ നിസ്കാരം കഴിഞ്ഞു, ദിക്റൊക്കെ ചൊല്ലി, പിന്നെ ഒരു യാസീനൊക്കെ ഓതി. യാസീൻ പതിവാട്ടെ രാവിലെ എണീച്ചപ്പാട്. പിന്നെ ജസ്റ്റ് അവിടെ കിടന്നു. പിന്നെ ഞാൻ എണീച്ചത് ഒരു 7 മണിയായിട്ടുണ്ട്. 8 മണിക്ക് നമുക്ക് പള്ളിയിൽ പോകണം. അങ്ങനെ വേഗം എണീച്ചു, ഹസ്ബൻഡ് ഡ്രസ്സിന് അയൺ ചെയ്തു. പിന്നെ ഒരു ഗ്ലാസ് ചായയൊക്കെ ഉണ്ടാക്കി, ചായ കുടിച്ചു, വെറും ചായ കുടിച്ച്. ഫുഡും കാര്യങ്ങളൊന്നും കഴിച്ചിട്ടില്ല രാവിലത്തെ. പിന്നെ ഹസ്ബൻഡ് റെഡിയായി പള്ളിയിൽ പോകാൻ നിന്നു. ആ സമയം കൊണ്ട് ഞാൻ വേഗം അകത്തേക്ക് വരുമ്പോൾ അവിടെ മോൻ എണീച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ റൂമിൽ പോയി കർട്ടനൊക്കെ എടുത്തു. പിന്നെ ജസ്റ്റ് അവൻ്റെ അടുത്ത് നിന്ന് അവന് കുറച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ടില്ല. അവൻ ഓക്കെ കുറച്ച് നേരം നിൽക്കുന്നത്, നമുക്ക് ഫുഡ് ഉണ്ടാക്കണമല്ലോ, അപ്പം ഉണ്ടാക്കണമല്ലോ. അപ്പോൾ പിന്നെ ജസ്റ്റ് ചെല്ലൊക്കെ ഓപ്പൺ ചെയ്ത് നേരെ കിച്ചണിലോട്ട് വന്ന് നമ്മൾ പൂരിയാണ് ഉണ്ടാക്കുന്നത്. അങ്ങനെ പൂരിക്ക് ആദ്യം എത്തിയപ്പോൾ പൂരിക്ക് വേണ്ടി പൊടിയും കാര്യങ്ങളൊക്കെ കുഴച്ച് വെച്ചു. നല്ല പൂരി കേട്ടോ, നമ്മൾ സ്റ്റോർത്ത് ആവൂരിയിലാണ് പൂരി ചുടുന്നത്. അപ്പോൾ അത് നല്ല പൊന്തിയ പൂരി ആവുന്നുണ്ട്. പിന്നെ പൂരി കഴിഞ്ഞിട്ട് ഞാൻ വേഗം ബാജി ഉണ്ടാക്കാൻ കഴിഞ്ഞു. അങ്ങനെ പൂരി തന്നെ ആ തിളച്ചെണ്ണ ജസ്റ്റ് എടുത്തു. പിന്നെ അതിന് കടും കാര്യങ്ങളൊക്കെ ഇട്ട്, പിന്നെ ഉള്ളിയും കാര്യങ്ങളൊക്കെ ഉണ്ടായി. അതിനടുത്ത് ഞാൻ മോന് റെഡിയാക്കാൻ പോയിട്ടുണ്ടായിരുന്നു പള്ളിയിലേക്കാൻ വേണ്ടിയിട്ട്. പിന്നെ വന്നിട്ട് വേഗം ബാജിക്കറി റെഡിയാക്കി കേട്ടോ. ഇങ്ങനെ ബാജിക്കറിയും പൂരിയായി. ഇപ്പോൾ ഞങ്ങൾ വേഗം ഫുഡ് കഴിച്ചു. ആ സമയത്ത് അവന് പള്ളിയിൽ അയച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നേരെ റൂമിൽ വന്ന് റൂമൊക്കെ ക്ലീൻ ചെയ്തു, അടുക്കലൊക്കെ കഴിഞ്ഞു. പിന്നെ ആ ലൈറ്റിൽ ഞാൻ ജസ്റ്റ് ഇങ്ങനെ കഴിക്കണം, കുറച്ച് ആക്ഷനൊക്കെ കളിച്ചു. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഇങ്ങനെ ലൈറ്റിൽ ഇങ്ങനെ കളിക്കുക, ഒരു ടൈമിന് ഫോട്ടോ എടുക്കുക അങ്ങനത്തെ. പിന്നെ വേഗം മപ്പ് എടുത്ത് വന്നു തുടക്കലായി. അതിന് ഫുള്ള് തുടച്ചൊക്കെ എടുത്തു. അങ്ങനെയൊന്നും ഉണ്ട്, അതിൽ ഡെയിലി തുടക്കുന്നുണ്ട്. പിന്നെ ജസ്റ്റ് വീഡിയോ എടുക്കല്ലേ, ജസ്റ്റ് പതുക്കിയതാക്കി. പിന്നെ എന്ത് ചെയ്തു, പിന്നെ പള്ളിയിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു ഹസ്ബൻഡ് മോന്. അപ്പോൾ പള്ളിയിൽ നിന്ന് കുറേ സാധനം കിട്ടിയിട്ടുണ്ടായിരുന്നു, അഫ്ലാത്ത്, കുപ്പി, പിന്നെ ഒരു കേക്ക്, ലാഡോ, ഈത്തപ്പഴം ഇതൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ വേഗം നിലക്കാൻ പോയി. വേഗം നിലച്ച് വേണ്ടി ദാഹിച്ചു. അങ്ങനെ ഞാൻ അതൊന്നൊരു ലിച്ച് എടുത്ത് കുടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഉച്ചക്കത്തെ കറീൻ്റെ പരിപാടി. അപ്പോൾ ഉമ്മ എന്താക്കി ഇട്ടിട്ടുണ്ടായിരുന്നു, ഉമ്മ പയറും കുഴക്കും കുക്കറിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേഗം വന്ന് കലം പോർന്നു പയർ കറിക്ക്, കുഴക്ക കറിക്ക്. പിന്നെ അതങ്ങനെ റെഡിയായതിന് ശേഷം എന്തൊക്കെയോ അത് നന്നായി. പിന്നെ തേങ്ങ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല, തേങ്ങ വെളുത്തുള്ളി മിക്സ് ചെയ്തു. അത് നന്നായി തിളച്ചതിന് ശേഷം വേഗം സാമ്പാർ ഉണ്ടാക്കാൻ പോകുന്നത്. പള്ളിയിൽ നിന്ന് കിട്ടും നമുക്കിന്ന്. പിന്നെ നമുക്ക് എന്തെങ്കിലും അത് തേഞ്ഞില്ലെങ്കിൽ എന്ന് വിചാരിച്ചിട്ട് നൈറ്റും വേണമല്ലോ. അങ്ങനെ വേഗം പരിപ്പ് വേവിച്ചു. പിന്നെ അതിലേക്ക് വേണ്ട സാമ്പാറിൻ്റെ സാധനങ്ങളൊക്കെ ഇട്ടു. അത് 2-3 വിസിലടിച്ചു. പിന്നെ കലം പോർന്നു കേട്ടോ. നമുക്ക് പള്ളിയിൽ നിന്ന് ബീഫും ചോറാണ് കേട്ടോ, 2 പള്ളിയിൽ നിന്ന് കിട്ടുന്നുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞു. നമുക്ക് സാമ്പാറിന് കല്ലുമൊക്കെ പോരുന്നതാണ്. അങ്ങനെ സാമ്പാറിൻ്റെ പണി കഴിഞ്ഞിട്ട് നമുക്ക് ടൗണിൽ ഹോസ്പിറ്റലിൽ പോകാനുണ്ടായിരുന്നു. അങ്ങനെ അതിൻ്റെ പണിയുണ്ട്, കുറച്ച് കുടിക്കാണ്ട്. പിന്നെ അതിൻ്റെ സാമ്പാറിന് തേങ്ങേൻ്റെ മിക്സ് നന്നായി അരച്ചിട്ട് ചേർക്കില്ല കേട്ടോ. മുന്നേ പാൽ ചേർത്തോണ്ട് ഇപ്പോൾ തേങ്ങ പുളി നന്നായി സാമ്പാർ പൊടിയൊക്കെ ഇട്ട് നന്നായി അരച്ചിട്ട് അത് ചേർത്ത് കൊടുക്കും. പിന്നെ തേങ്ങാപ്പാലും പുളിയൊക്കെ മിക്സ് ചെയ്ത് അരച്ചിട്ട് പാൽ മാത്രം തേച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞങ്ങൾ വേഗം ഫുഡ് കഴിച്ചു, ചോറ് കഴിച്ചു. ഞാൻ സാമ്പാർ കൂട്ടിയിട്ടുണ്ടായിരുന്നില്ല, പള്ളിയിൽ നിന്ന് കിട്ടിയ ബീഫ് കറിയും ചോറാണ് കഴിച്ചത്. കുറേ കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ വേഗം പോയി കുളിച്ചു വന്ന് നിസ്കരിക്കാൻ നിന്നു. നിസ്കരിച്ചിട്ട് പിന്നെ ടൗണിൽ പോകാൻ റെഡിയായത്. പിന്നെ വേഗം നിസ്കരിച്ചു. പിന്നെ പർദ്ദയും കാര്യങ്ങളൊക്കെ എടുത്ത് ടൗണിൽ പോകാൻ റെഡി. പിന്നെ ഹോസ്പിറ്റലിൽ പോയി. ഇത്രയൊക്കെയുള്ള എൻ്റെ വീട്. എനിക്ക് അബിലോലിൻ്റെ ആ ഒരു ജാതകം കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യണം, നിങ്ങൾ സപ്പോർട്ട് ചെയ്യണേ. നിങ്ങൾ കമൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യണേ.